കൊച്ചിയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ കത്തിന്റെ അടിസ്ഥാനത്തിൽ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് കേസെടുക്കാൻ ഉത്തരവിട്ടത്. നഗരത്തിലെ 6 പ്രധാന റോഡുകളുടെ ശോച്യാവസ്ഥ പ്രത്യേകം എടുത്തു പറഞ്ഞാണ് ഹൈക്കോടതി വിഷയത്തിൽ സ്വമേധയാ ഇടപെട്ടിരിക്കുന്നത്. കലൂർ കടവന്ത്ര റോഡ്, തമ്മനം പുല്ലേപ്പടി റോഡ്, തേവര റോഡ്, പൊന്നുരുന്നിപ്പാലം റോഡ്, ചളിക്കവട്ടം റോഡ്, വൈറ്റില കുണ്ടന്നൂർ റോഡ് എന്നിവയാണ് കോടതി പരാമർശിച്ച പ്രധാന റോഡുകൾ. ഈ റോഡുകളുടെ അവസ്ഥ പരിതാപകരമാണെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. റോഡുകളിൽ വാഹനം ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ദിനംപ്രതി നിരവധി അപകടങ്ങൾ പതിവാണെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ കത്തിൽ വ്യക്തമാക്കിയിരുന്നു. തുടർന്നാണ് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് സ്വമേധയാ കേസെടുത്ത് നടപടികൾ ആരംഭിച്ചത്. കേസിൽ സർക്കാരിനും പൊതുമരാമത്ത് വകുപ്പിനും കൊച്ചിൻ കോർപ്പറേഷനും ഹൈക്കോടതി നോട്ടീസ് അയക്കാനും ഉത്തരവായി. അഴിമതിയിൽ പൊളിഞ്ഞു തുടങ്ങിയ പാലാരിവട്ട മേൽപ്പാലവും ഇഴഞ്ഞു നീങ്ങുന്ന വൈറ്റില മേൽപ്പാല നിർമ്മാണവും കൊച്ചി നിവാസികൾക്കും കൊച്ചി വഴി കടന്നു പോകുന്നവർക്കും കടുത്ത ദുരിതമാണ് സമ്മാനിക്കുന്നത്. പൊളിഞ്ഞു തുടങ്ങിയ റോഡുകൾ കൂടിയായതോടെ എല്ലാം പൂർണ്ണമായി. കനത്ത പിഴ ഈടാക്കുന്ന ഭരണകൂടത്തെ നന്നാക്കാൻ കോടതിക്ക് കഴിയുമോ എന്ന കാത്തിരിപ്പിലാണ് പൊതുസമൂഹം. ക്യാമറമാൻ ഡിബിൻ മോഹനമൊപ്പം റിജോ സേവ്യർ, ഷെയ്ക്കാന ന്യൂസ്, കൊച്ചി. ഷെഖൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടണിൽ വിരലമർത്തുക.